ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിൽ പതേവാടി കനാലിന് സമീപമുള്ള അഹമ്മദീറ ഹൗസ് നമ്പർ A6 എന്ന വീട്ടിലേക്ക് ഒരു കുടുംബം പുതുതായി വാടകയ്ക്ക് താമസം മാറി. ആ വീടിന്റെ വാടക കുറവായിരുന്നു. ചുറ്റുപാടും നിശബ്ദവും ശാന്തവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബം വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ ചില ആഴ്ചകൾക്കുള്ളിൽ ആ വീട്ടിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. കുട്ടികളുടെ തുടർച്ചയായ ആരോഗ്യ പ്രശ്നങ്ങൾ. ആശുപത്രിയിൽ പരിശോധിച്ചിട്ടും ഉറക്കമില്ലായ്മ മാറിയില്ല. സ്കൂളിൽ പോകുന്ന മൂത്ത മകൾ രാത്രി 2 മണിക്ക് ശേഷം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വീടിന്റെ ടെറസിൽ നിശബ്ദമായി നിൽക്കുന്നത് മാതാപിതാക്കൾ പലപ്പോഴും ശ്രദ്ധിച്ചു. ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്നറിയില്ല എന്ന്. വീടിനകത്ത് ആരെങ്കിലും ഉണ്ടെന്ന തോന്നൽ. വളരെ അശാന്തമായൊരു മാനസികാവസ്ഥ. എല്ലാം ഇവരെ വല്ലാതെ അലട്ടിയിരുന്നു. ഇതിനു പുറമെ ചില സമയങ്ങളിൽ വീട്ടിൽ നിന്നും കഠിനമായ ദുർഗന്ധവും വന്നിരുന്നു. ഇതെല്ലാം കാരണം അവർക്ക് സഹിക്കാനാകാതെ വീട്ടുടമയെ വിളിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ വീട്ടുടമയുടെ മറുപടി അലക്ഷ്യമായിരുന്നു. വീട്ടിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ വീട് ഒഴിഞ്ഞു പോകൂവെന്ന്. ഈ ഒരു പ്രതികരണം അവരെ കൂടുതൽ വേദനിപ്പിച്ചു. അവസാനം സ്വന്തം സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർ ആ വീട് ഒഴിഞ്ഞുപോയി. അവർ അനുഭവിച്ച ഈ അമാനുഷികമായ സംഭവങ്ങൾ സത്യമാണോ ഇല്ലയോ എന്ന് അവർക്ക് മാത്രമേ അറിയൂ. പക്ഷെ അവർ താമസിച്ചിരുന്ന ആ വീട്ടിലെ അടുക്കളയിൽ ഒരു ഭീകര രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുവെന്നത് വീട് ഒഴിഞ്ഞുപോയ ആ നിമിഷം വരെയും അവർക്കറിയില്ലായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർക്ക് ഒരു രഹസ്യ വിവരം ലഭിച്ചു. പതേവാടി കനാലിന് സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിച്ചിരുന്ന സമീർ അൻസാരി എന്ന വ്യക്തി 2024 സെപ്റ്റംബർ മുതൽ കാണാതായിരിക്കുന്നു എന്നായിരുന്നു വിവരം. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് ജോലിക്കായി ബീഹാറിലേക്ക് പോയി എന്നാണ്. പക്ഷേ അദ്ദേഹം കാണാതായ ദിവസം മുതൽ മൊബൈൽ ഫോൺ ഓഫാണ്. ഇത് പോലീസിന് സംശയം ഉണ്ടാക്കി. തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. സമീർ അൻസാരി ബീഹാറിലെ സിവാൻ ജില്ലയിൽ നിന്നുള്ള ഒരു കെട്ടിട തൊഴിലാളിയായിരുന്നു. റൂബി എന്ന യുവതിയുമായി പ്രണയത്തിലായ സമീർ 2016 ഇരു കുടുംബങ്ങളുടെയും എതിർപ്പിനെ മറികടന്ന് വിവാഹം കഴിച്ചു. പിന്നീട് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് താമസം മാറി പുതിയ ജീവിതം തുടങ്ങി. ഇവർക്ക് 2 കുട്ടികളും ജനിച്ചു. സമീറിന്റെ കഠിനാധ്വാനവും റൂബിയുടെ ആഭരണങ്ങൾ പണയം വെച്ചും 2020 തന്നെ പതേവാടി കനാലിന് സമീപമുള്ള അഹമ്മദീറ ഹൗസിൽ ഒരു വീടും സ്വന്തമാക്കി. വലിയ വഴക്കുകളൊന്നും ഇല്ലാതെ സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന ചെറിയ ചെറിയ തർക്കങ്ങളോടെ അവരുടെ ജീവിതം സാധാരണ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2024 സെപ്റ്റംബർ മാസത്തിന്റെ അവസാനത്തോടെയാണ് സമീർ അൻസാരി അപ്രത്യക്ഷനായത്. അടുത്തുള്ള വീടുകളിൽ താമസിച്ചിരുന്നവർ അൻസാരി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ റൂബി എല്ലാവരോടും ഒരേ മറുപടിയാണ് പറഞ്ഞത്, ജോലിക്കായി ബീഹാറിലേക്ക് പോയി എന്ന്. അൻസാരി ബീഹാറിലേക്ക് പോയതായി പറഞ്ഞതിന് ശേഷവും റൂബിയും അവളുടെ 2 കുട്ടികളും അടുത്ത 1 മാസം വരെയും അതേ വീട്ടിൽ തന്നെ താമസിച്ചു. അതിനുശേഷം റൂബി ആ വീട് വാടകയ്ക്ക് കൊടുത്തു. എന്നിട്ട് സൂറത്ത് ഭാഗത്തുള്ള മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറി. റൂബി വീടൊഴിഞ്ഞതിന് ശേഷം 2024 നവംബർ മാസത്തിൽ മജീദ് ഖാൻ എന്ന വ്യക്തി കുടുംബത്തോടൊപ്പം ആ വീട്ടിലേക്ക് താമസം മാറി. ഇപ്പോൾ വരെയും ആ കുടുംബമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നും അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് പോലീസിന് വിവരം ലഭിച്ചു. ഇവയെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ സംഭവത്തിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി. അതിനാൽ ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യഘട്ട അന്വേഷണത്തിൽ സമീർ അൻസാരിയെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നു. അയാൾ സ്ഥിരമായി മദ്യം കഴിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പലപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അടുത്തത് അൻസാരിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചു. അയാളുടെ ഫോൺ അവസാനമായി ആക്റ്റീവായിരുന്നത് പതേവാടി കനാലിന് സമീപമുള്ള അവർ താമസിച്ചിരുന്ന അതേ പ്രദേശത്താണ്. പുറത്തേക്ക് യാത്ര ചെയ്ത ഒരാളുടെ മൊബൈൽ നഷ്ടമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്പർ മാറ്റിയിരുന്നെങ്കിൽ അവസാന ലൊക്കേഷൻ മറ്റേതെങ്കിലും സ്ഥലത്ത് കാണിക്കേണ്ടതായിരുന്നു. പക്ഷെ അയാൾ കാണാതായ ആ ദിവസം വരെ അയാളുടെ ഫോൺ അതേ പ്രദേശത്ത് തന്നെ ആക്റ്റീവായിരുന്നു. അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്ത പോലെയായിരുന്നു. ഇത് പോലീസിന്റെ സംശയം വീണ്ടും വർദ്ധിപ്പിച്ചു. പിന്നീട് അൻസാരിയുടെ പൂർവ്വ ഗ്രാമമായ ബീഹാറിലേക്ക് പോയി പോലീസ് അന്വേഷിച്ചു. ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്തു. അവരുടെ മറുപടി വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവൻ സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു പോയതിനു ശേഷം ഞങ്ങൾക്കും അവനും ഇടയിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഞങ്ങൾ അവനുമായി സംസാരിക്കാറേ ഇല്ല എന്ന്.
ബീഹാറിലെ അൻസാരി ജോലി ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസ് അന്വേഷിച്ചു. എവിടെയും സമീർ അൻസാരി എന്ന പേരുള്ള ഒരാൾ ജോലി ചെയ്തിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇതിനിടെ പതേവാടി കനാൽ പ്രദേശത്തെ ചില ആളുകളെ പോലീസ് രഹസ്യമായി ചോദ്യം ചെയ്തപ്പോൾ ഒരു പേര് പതിവായി ഉയർന്നു വന്നു: ഇമ്രാൻ അക്ബർ വക്കീല. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇമ്രാനെ രഹസ്യമായി നിരീക്ഷിച്ചു. ഇങ്ങനെ ഈ ഒരു അന്വേഷണം ഏകദേശം 3 മാസം തുടർന്നു. ഒരു ദിവസം പോലീസ് തന്നെ നിരീക്ഷിക്കുന്നു എന്ന് ഇമ്രാൻ തിരിച്ചറിഞ്ഞു. അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇനിയും വൈകിയാൽ ശരിയാകില്ല എന്ന് തീരുമാനിച്ച പോലീസ് ഇമ്രാനെ പിന്തുടർന്ന് പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. അപ്പോഴാണ് പല ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നത്. 30 വയസ്സുള്ള ഇമ്രാൻ അൻസാരി റൂബി ദമ്പതികൾ താമസിച്ചിരുന്ന അതേ പ്രദേശത്തുള്ള ഗോകുൽധാം സൊസൈറ്റി പ്രദേശത്ത് താമസിച്ച് കൂലിവേലയ്ക്ക് പോരുന്ന ഒരാളാണ്. ഒരു ദിവസം മദ്യം കുടിച്ച് വീട്ടിലേക്ക് വന്ന അൻസാരി റൂബിയുമായി ഭീകരമായി വഴക്കിട്ടു, കയ്യേറ്റം വരെ നടത്തി. അപ്പോൾ ആ വഴിക്ക് പോയിരുന്ന ഇമ്രാൻ ശബ്ദം കേട്ടവരെ രണ്ടുപേരും സമാധാനിപ്പിച്ചു. ഇത്തരത്തിലുള്ള വഴക്കുകൾ അവരുടെ വീട്ടിൽ അടിക്കടി നടക്കാറുണ്ട്. ഇമ്രാൻ ആ പ്രദേശം വഴി പോകുമ്പോഴൊക്കെ റൂബിയുടെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കി തുടങ്ങി. ഇതിനിടെ ഒരിക്കൽ ഇമ്രാനും റൂബിയും ആകസ്മികമായി കണ്ടുമുട്ടി. അവർക്കിടയിൽ ഒരു സംസാരമുണ്ടായി. അൻസാരി ദിവസവും മദ്യപിച്ച് വീട്ടിൽ വന്ന് വഴക്കിടുന്ന കാര്യം റൂബി ഇമ്രാനോട് തുറന്നു പറഞ്ഞു. ഇതോടെ ഇമ്രാൻ റൂബിക്ക് ഒരു ആശ്വാസമായ വ്യക്തിയായി തുടങ്ങി. അവർക്കിടെ ഒരു സൗഹൃദം രൂപപ്പെട്ടു. ഈ ഒരു സൗഹൃദം കാരണം അവർ ഇടയ്ക്കിടെ കണ്ടുമുട്ടാൻ തുടങ്ങി. പക്ഷേ ഒരു സാധാരണ ആശ്വാസ ബന്ധമായി തുടങ്ങിയ ഈ ഒരു ബന്ധം പിന്നീട് ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പായി മാറി. ഒരു ഘട്ടത്തിൽ ഈ ബന്ധത്തെക്കുറിച്ച് അൻസാരിക്ക് സംശയം തോന്നി. അവൻ ഈ വിഷയത്തെക്കുറിച്ച് റൂബിയോട് ചോദിച്ച് വഴക്കിടാൻ തുടങ്ങി. അത്രയും നാൾ ഇമ്രാനുമായുള്ളൊരു ബന്ധം ഒരളവ് വരെയും രഹസ്യമായി സംരക്ഷിച്ചിരുന്ന റൂബി അതിനുശേഷം അൻസാരി വീട്ടിലുണ്ടായിരിക്കുമ്പോൾ പോലും ഇമ്രാനോട് ഫോണിൽ സാധാരണയായി സംസാരിക്കാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കിയിരുന്ന അവരുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിന് ശേഷം ഈ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് തന്നെ പ്രധാന വഴക്കിന്റെ കാരണമായി മാറി. അൻസാരി റൂബിയെ മർദ്ദിക്കാത്ത ഒരു ദിവസവും ഇല്ല എന്ന് പറയപ്പെടുന്ന വിധം അവരുടെ ജീവിതം നരകമായി മാറി. ഇതിൽ അതിയായി നിരാശപ്പെട്ട റൂബി ഒരു ഘട്ടത്തിൽ ഇതിനൊരു തീരുമാനം വേണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ റൂബിയും ഇമ്രാനും ഒരുമിച്ച് സംസാരിച്ചെടുത്തൊരു ഭീകരമായ തീരുമാനമായിരുന്നു അൻസാരിയെ കൊല്ലണം. എങ്ങനെ കൊല്ലണം? കൊന്ന ശേഷം ശരീരം എങ്ങനെ മറച്ചു വയ്ക്കണം? അൻസാരിയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? എല്ലാം അവർ വിശദമായി പ്ലാൻ ചെയ്തു. ഈ പദ്ധതിയിൽ ഇമ്രാന്റെ കൂട്ടാളിയായ 22 വയസ്സുള്ള റഹീം, 20 വയസ്സുള്ള മുഹ്സിൻ ഇവരും സഹായകരായി. 2024 സെപ്റ്റംബർ മാസം 24-ാം തീയതി രാത്രി അൻസാരി നന്നായി മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം പഴയ പോലെ റൂബിയെ ചീത്ത വിളിച്ച് വഴക്കിട്ടു. പിന്നീട് ഭക്ഷണം കഴിച്ച് അല്പസമയത്തിനുള്ളിൽ ഉറങ്ങാനും പോയി. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായ ശേഷം റൂബി വാതിൽ തുറന്നു വെച്ച് ഇമ്രാനെ വിളിച്ചു. അതിനുശേഷം ഇമ്രാൻ, റഹീം, മുക്സിൻ ഈ 3 പേരും വീട്ടിലെത്തിയതും ഈ 3 പേരും അൻസാരിയുടെ കൈകാലുകൾ ശക്തിയായി പിടിച്ചു. ഇപ്പോൾ ഇമ്രാൻ താൻ കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ച് അൻസാരിയുടെ കഴുത്ത് ശക്തമായി വെട്ടി. അതിന്റെ ഫലമായി രക്തസ്രാവം അത്രത്തോളം ഉണ്ടായി. അൻസാരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അൻസാരിയുടെ മൃതദേഹം പിന്നീട് വീട്ടിലെ ഒരു മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി ബെഡ്ഷീറ്റ് കൊണ്ട് മൂടിവെച്ചു. അന്ന് രാത്രി ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത 3 പേരും വീട്ടിൽ നിന്നും പോയി. പക്ഷെ ആ മുഴുവൻ രാത്രിയും അൻസാരിയുടെ മൃതദേഹത്തിനോടൊപ്പം റൂബിയും അവളുടെ കുട്ടികളും അതേ വീട്ടിൽ തന്നെ താമസിച്ചു. അടുത്ത ദിവസം കുട്ടികൾ സ്കൂളിൽ പോയ ശേഷം ഇമ്രാനും അവൻ്റെ 2 കൂട്ടാളികളും സിമന്റും പുതിയ ടൈലുകളും എല്ലാം കൊണ്ട് വീട്ടിലെത്തി. അവർ കൊണ്ടുവന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് അൻസാരിയുടെ മൃതദേഹം തുണ്ടാക്കി. എന്നിട്ട് മൺവെട്ടിയും കോടാലിയും എല്ലാം ഉപയോഗിച്ച് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തു. ഒരു വലിയ കുഴി ഉണ്ടാക്കിയ ശേഷം അൻസാരിയുടെ ശരീരഭാഗങ്ങൾ അതിനുള്ളിലിട്ടു. ദുർഗന്ധം വരാതിരിക്കാനായി വലിയ അളവിൽ ഉപ്പ് ശരീരഭാഗങ്ങൾക്ക് മുകളിൽ വിതറി. അതിനു മുകളിൽ പുതിയ ടൈലുകൾ പതിപ്പിച്ച് ആർക്കും സംശയം തോന്നാത്ത വിധം മൂടി. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളും രക്തം പുരണ്ട വസ്ത്രങ്ങളും എല്ലാം സൂക്ഷ്മമായി നശിപ്പിച്ചു. അതിനുശേഷമാണ് അൻസാരിയെക്കുറിച്ച് ചോദിച്ച അയൽവാസികളോട് റൂബി പറഞ്ഞത് അയാൾ ജോലിക്കായി ബീഹാറിലേക്ക് പോയെന്ന്. പക്ഷേ അവൻ പുറത്തു പോയതായി പറഞ്ഞ അതേ ദിവസമാണ് വീട്ടിലേക്ക് പുതിയ സിമെന്റും ടൈൽസും വാങ്ങി പണി നടന്നത്. ഇത് പലരും ശ്രദ്ധിച്ചിരുന്നു. ആദ്യം ഇത് പലർക്കും സംശയം ഉണ്ടാക്കിയില്ല. എന്നാൽ പിന്നീട് അൻസാരിയുടെ മൊബൈൽ ഫോൺ തുടർന്ന് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് കൊണ്ട് സുഹൃത്തുക്കൾക്ക് ചില സംശയം വന്നു. എന്നിരുന്നാലും റൂബി ആ വീട് വാടകയ്ക്ക് വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് മാറിയതോടെ ആരും അത് വലിയ കാര്യമാക്കിയില്ല. പിന്നീട് ആ വീട്ടിലേക്ക് പുതുതായി താമസം മാറിയവർ തങ്ങൾക്ക് അമാനുഷികമായ അനുഭവങ്ങൾ നടക്കുന്നതായി അയൽവാസികളോട് പറഞ്ഞതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായത്.
അപ്പോൾ തന്നെ അൻസാരി അപ്രത്യക്ഷനായ സംഭവം വീണ്ടും ചർച്ചയായി. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് പോലീസിലേക്ക് ഈ വിവരം എത്തുന്നത്. പോലീസ് ഇമ്രാനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നത്. ഇമ്രാൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബർ മാസം 5-ാം തീയതി ജില്ലാ മജിസ്ട്രേറ്റിന്റെയും പ്രതികളുടെയും സാന്നിധ്യത്തിൽ ആ വീടിലെ സിമന്റ് തറ തോണ്ടി. അവിടെ നിന്നും ലഭിച്ച എല്ലുകളുടെ ഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലത്തിൽ അത് സമീർ അൻസാരിയുടേതാണെന്ന് ഉറപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂബി അൻസാരി, ഇമ്രാൻ, അക്ബർ, റഹ്മാൻ ഈ 4 പേർക്കെതിരെ കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നിവ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. അവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജയിലിലടച്ചു. ഒരു മനുഷ്യനെ കൊന്ന് അയാളെ തുണ്ടാക്കി അതേ വീട്ടിൽ തന്നെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. പക്ഷെ അത്തരം ഒരു ശവത്തിന്റെ മുകളിൽ നാളുകളോളം തങ്ങൾ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാനീ പറഞ്ഞത് ആ വീട്ടിലേക്ക് വാടകയ്ക്ക് വന്ന കുടുംബത്തെക്കുറിച്ചാണ്. എനിക്ക് ചിന്തിച്ചു നോക്കാനേ സാധിക്കുന്നില്ല. സ്വന്തം പ്രണയത്തിനു വേണ്ടി എല്ലാ ബന്ധങ്ങളെയും വിട്ട് ബീഹാറിൽ നിന്നും ഗുജറാത്തിലേക്ക് വന്ന അതേ റൂബിയാണ് പിന്നീട് അൻസാരിയെ കൊന്നു തുണ്ടാക്കി വീട്ടിൽ തന്നെ കുഴിച്ചിട്ടത്. ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അത്ര ഭീകരമായി മാറാമെന്നുള്ളത് ഈ ഒരു സംഭവം നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും സബ്സ്ക്രിപ്ഷനുമായിരിക്കും ഈ ചാനൽ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.